ഇനി ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ മീനത്തിലേക്കാണ് നമ്മുടെ ശനീശ്വരൻ വരുന്നത്. അപ്പോൾ അവർക്ക് 12-ൽ നിന്നിരുന്ന ശനീശ്വരനായിരുന്നു. അതായത് 7.5 ശനിയിൽ 12-ൽ നിന്നിരുന്ന ശനി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 29-ാം തീയതി അത് ലഗ്നത്തിലെത്താണ്. ജന്മശനി എന്ന് പറയില്ലേ, അങ്ങനെ വരികയാണ്. പക്ഷെ അവിടെ ജന്മത്തിൽ നിന്നിരുന്ന രാഹു 12-ൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്. പക്ഷെ 4-ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വരുന്നത്. ഇത്ര നാൾ ഉത്രട്ടാധികാരിക്ക് 3-ലായിരുന്നു വ്യാഴം, ഇപ്പം 4-ൽ വന്നു. ഇതൊക്കെ ഗോചരാവസ്ഥ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു വർഷത്തിൽ ഇപ്പം ഈ ഒരു 2025-ൽ 3 ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് നമുക്ക് ഇത്രയധികം പറയേണ്ടി വരുന്നത്. അപ്പം ഇതൊക്കെ ഗോചരം, ഒരു ഗ്രഹം ഒരേ മാറ്റങ്ങൾ വരുന്നതാണ് ഗോചരം പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങളുടെ ശനീശ്വരൻ ഇപ്പം തുലാത്തിലൊക്കെയാണ് നിൽക്കുക വെച്ചെങ്കിൽ 7.5 ശനി ഒന്നും ബാധിക്കില്ല നമ്മളെ. ആദ്യം കുറച്ച് കാലങ്ങളിൽ മാത്രം എന്നാണെങ്കിലും ശനി നമ്മളെ പഠിപ്പിച്ചാണ് കൊണ്ടുവരിക. നമുക്ക് ഓരോ കർമ്മത്തിലും നമ്മുടെ ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനിയും രാഹുവും. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. 7.5 ശനി ആയിരുന്നു, അതിൽ കുറേ പാഠങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പഠിക്കും, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ സഹോദരങ്ങൾ എല്ലാവരും നമ്മളെ പഠിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ് ശനി. ആ ശനി പിന്നെ അതേപോലെ രാഹു ആണെങ്കിലും പേടിക്കേണ്ട കാര്യങ്ങളല്ല, ആ ഗ്രഹങ്ങൾ പോകുന്ന വഴിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രം നിൽക്കുമ്പോൾ ആ നക്ഷത്രക്കാർക്ക് ഇപ്പം 4-ൽ വന്നു, 7-ൽ കേതു വന്നു. അപ്പോൾ ഉത്രട്ടാധികാരിക്ക് 6-ലാണ് കേതു വരുന്നത്, 7-ലല്ല. അപ്പോൾ 6-ൽ വരുന്നത് നല്ലതാണ്. 6-ാം ഭാവം കൊണ്ട് പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷെ രാഹു 12-ൽ. അതുകൊണ്ടാണ് പറയുന്നത് പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് വേറൊരു ജില്ലയിലേക്ക് ഒരു ജോലിക്ക് മാറി താമസിക്കാം. ഒരു പരിവർത്തനം നല്ലതാണ്. നമുക്ക് ഒരു മാറ്റം, അതായത് 7.5 ശനിയുടെ കാലഘട്ടത്തിലും നമുക്കൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വേറൊരു മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. അനുഭവങ്ങൾ നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കും. അതുപോലെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഭാവമാണ്, വ്യാഴമുണ്ട്. കർമ്മം ഏത് കർമ്മം ആയിക്കോട്ടെ, ചെറിയൊരു കർമ്മം ആയിക്കോട്ടെ വലിയൊരു കർമ്മം ആയിക്കോട്ടെ, ഏത് ഭാവമാണെങ്കിലും ആ കറക്റ്റ് സമയത്തിന് ചെല്ലുക. എന്ന് വെച്ചാൽ ശനി നമ്മുടെ കൂടെയാണ്. അലസത നമ്മൾക്ക് ഉണ്ടാക്കും, എപ്പോഴും ഉറക്കം വരും, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ വയ്യാന്നൊക്കെ പറഞ്ഞ് കിടക്കും. അപ്പം ഞരമ്പ് സംബന്ധമായ രോഗങ്ങളെയൊക്കെ ഉണ്ടാക്കും. ശനി കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ, ഊർജം കൊടുക്കില്ല. പക്ഷേ ശനീശ്വരൻ നമുക്ക് ഊർജത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ജോലിക്ക് എന്നെന്നും പോയിക്കൊണ്ടിരുന്ന നോക്കിയാൽ നമുക്ക് ഇരട്ടിച്ചിരട്ടി ജോലി കിട്ടും. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. തമിഴ്നാട്ടിലൊക്കെ ശനി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഉത്സവം പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ഷേത്രങ്ങൾ പോവുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ തന്നെ കുറേയധികം ക്ഷേത്രങ്ങൾ കാണാനിടയാവും. നമുക്ക് ജോലിയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ജോലി, ഏറ്റവും കൂടുതൽ പൈസ, അങ്ങനെയുള്ള ആ സമ്പാദ്യ ഭാവത്തെയൊക്കെ പോഷിപ്പിച്ച് കൊണ്ടുവരും. അപ്പം അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. കുട്ടികളാണെങ്കിലും അലസതയില്ലാതെ, ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ അലസതയില്ലാതെ പോവുക. രാഹു 12-ലാണെന്ന് അറിഞ്ഞുകൊണ്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയൊക്കെ കൊടുത്ത് നമസ്കരിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുക, നവഗ്രഹങ്ങളുടെ ആ സ്വസ്ത്രങ്ങൾ പാരായണം ചെയ്യുക. ശനിക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് മുൻവിളക്ക് ധാര, കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന, അതൊക്കെ കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് പോവുക. വിഷ്ണു ക്ഷേത്രത്തിൽ സർവ്വീശ്വരകാരകത്വമായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുക ഏറ്റവും നന്നായിട്ട്. ഇതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഫലം.